ദൈവനാമം മഹത്വപ്പെടട്ടെ. സന്തോഷത്തിൽ മാത്രമല്ല, മറ്റൊരാളുടെ സങ്കടങ്ങളിലേക്ക് കൂടി ഇറങ്ങിച്ചെല്ലാൻ ഒക്കണം ഈ നോമ്പിൽ. അപ്പോഴാണ് സ്നേഹം ആഴത്തിലാകുന്നത്. ഏറ്റവും അടുത്ത സ്നേഹിതനായിക്കൊള്ളട്ടെ, സുഹൃത്തായിക്കൊള്ളട്ടെ, എപ്പോഴും സംസാരിക്കുന്നവരായിക്കൊള്ളട്ടെ, അയാളുടെ സങ്കടങ്ങളിലേക്ക് ഒരു വാതിൽ തുറക്കുമ്പോഴാണ് ആ സ്നേഹബന്ധം ആഴത്തിലാകുന്നത്. പുറമേയുള്ള കാഴ്ച കൊണ്ടൊന്നും ആരെയും വിലയിരുത്താൻ കഴിയില്ലെന്നേ. പുറമേ ചിരിക്കുന്ന പലരും ഉള്ളിൽ കരയുന്നവരായിരിക്കും. സത്യം പറഞ്ഞ ഒരാളുടെ സങ്കടങ്ങളാണ് അയാളെ സ്നേഹമുള്ളവനാക്കുന്നത്. ഒരു പനി വന്നാൽ, മനസ്സിനൊരു ഭാരം വന്നാൽ, മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും അടുത്ത് സ്നേഹിക്കുന്ന ആൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാകും. പിന്നെ മുൻഗണനകളെല്ലാം അയാൾക്കാവും. അത് തെറ്റുന്നിടത്താണ് സന്തോഷമില്ലാതാകുന്നത്. മറ്റൊരാളുടെ സങ്കടങ്ങളിൽ അയാളെ ആശ്വസിപ്പിക്കുവാനും അയാളെ ധൈര്യപ്പെടുത്തുവാനും അത് ആളിക്കത്തിക്കാതെ ലളിതമായ പരിഹാരം നിർദ്ദേശിക്കാനും കഴിയണം ഈ നോമ്പിൽ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.